ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണേ. അരിപ്പൊടി മാത്രം വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. കുക്കിംഗ് അറിയാത്തവർക്ക് പോലും സ്നാക്ക് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടും അത്ര സിമ്പിൾ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്കാണ് കേട്ടോ. 3/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂൺ വെളുത്ത എള്ള്, 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്താൽ മിക്സ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല തിളച്ച പാല് ചേർത്ത് തന്നെ കുഴക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കി എടുക്കണം. നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. കൈ വെച്ച് കുഴക്കാൻ പാകത്തിനാവുമ്പോൾ നമുക്ക് ഇനി എടുത്ത് കുഴക്കാം. അതുവരെ അടച്ച് വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബോർഡിലേക്ക് കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവെടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം. ചപ്പാത്തി റോളിലും കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഒരുപാട് തിന്നല്ല, എന്നാലും തിന്നായിട്ട് വേണം. ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മളിത് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ രീതിയിലാണ് കേട്ടോ നമ്മളെല്ലാം കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ കനം ഇത്രേ പാടുള്ളൂ, ഒരുപാട് കനം ആവാനും പാടില്ല. അതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഫ്രൈ ആയിട്ടാണ് ഇത്രയ്ക്കും ഫ്രൈ ആക്കി എടുക്കണം. എന്നാലേ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇട്ടത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഇട്ട വഴിക്കുന്ന എല്ലാം പൊന്തി വരണം. അതാണ് എണ്ണയുടെ പാകം. എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുട്ടാൽ എന്തോരം ക്രിസ്പിയാന്ന് നോക്കിക്കോളാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂട്ട. അതുപോലെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെയും കഴിക്കാം. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നമുക്ക് ഇത് എങ്ങനെ സ്പൈസി ആക്കാൻ നോക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണിലും കുറവ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിലും കുറവ് ജീരകപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. സ്നാക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടച്ച് നമുക്കിതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നല്ല സ്പൈസി ആയിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇത് 2 രീതിയിലും നമുക്ക് കഴിക്കാം. 3/4 കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്നാക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റണ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്നവർക്ക് വരെ പാളി പോവാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.